അനന്തൻകാട് കേൾക്കുമ്പോൾ നമ്മുടെ കാട്ടിലെ മൃഗങ്ങളെ പറ്റിയൊക്കെ ഓർമ്മ വരുന്നത്. പുലിയെയും ആനയും സിംഹത്തെയും അതുപോലെ ഇതിനെയും കടുവയും എല്ലാം തന്നെ ഓർമ്മ വരും ഇല്ലേ? അതുപോലെ തന്നെ എല്ലാം കൂടെ ചേർന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അനന്തൻകാട് എന്ന് പറയുന്നത് സ്ഥലം തിരുവനന്തപുരത്തുണ്ട്. ആ തിരുവനന്തപുരത്തിൻ്റെ അനന്തൻകാടൊക്കെ പോയി അതിനുശേഷം ഇപ്പം പുതിയ രീതിയിലേക്കുള്ള കാടുകളെല്ലാം മാറി കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അവിടേക്ക് ഒരു ഗുണ്ടാ സെറ്റപ്പിൽ ജീവിച്ചു വന്ന ഒരാൾക്കാരുടെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ഗുണ്ടാ സെറ്റപ്പിൽ ജീവിച്ച ആൾക്കാർ നല്ല ജീവിതം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും അത് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു കൂട്ടരുണ്ടല്ലോ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുമായിട്ട് ചേർന്നാണെങ്കിൽ പിന്നെ പറയാനില്ല. രാഷ്ട്രീയക്കാർ പോലീസിനെ ഉപയോഗിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറയാൻ ശ്രമിക്കുന്നത്. ഇതിനിടയിൽ വന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ കഥ, ഇതെല്ലാം കൂടെ ചേർന്നൊരു സെറ്റപ്പാണ് ഈ ചിത്രം പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു പരിധിവരെ ഈ ചിത്രം വിജയിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ആര്യൻ്റെ കഥാപാത്രം ഒരു തമിഴ് പശ്ചാത്തലമുള്ള ഒരു കഥാപാത്രം. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് വികസിപ്പിച്ച് തന്നെയാണ് ചിത്രം എടുത്തിരിക്കുന്നത്. എന്ന സിനിമയ്ക്ക് ശേഷം കൃഷ്ണകുമാറും മുരളി ഗോപിയും കൂടെ ഒന്നിക്കുമ്പോൾ മുരളി ഗോപിയുടെ തിരക്കഥയെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് അറിയാം. ചെറിയ രാഷ്ട്രീയവും ചില കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങളൊക്കെ മുരളി ഗോപിയുടെ ചിത്രങ്ങളിലെ തിരക്കഥയിലൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു ചിത്രമാണ് അനന്തൻകാട് എന്ന് പറഞ്ഞ ചിത്രം. അനന്തൻകാട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു കാടിൻ്റെ കഥയാണോ എന്ന് ചോദിച്ചാൽ കാടല്ലായിരുന്നു, പണ്ടൊരു കാടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു നാടായിട്ട് മാറി. ഏകദേശം 80 കാലം 90 കാലം ഒക്കെ പറയുന്ന ഒരു കഥ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും അന്നത്തെ രീതിയൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. മുരളി ഗോപിയുടെ പല ചിത്രങ്ങളിലും രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകൾ തള്ളിക്കയറ്റാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് ഒരു പരിധിവരെ രസകരവുമാണ്. അദ്ദേഹത്തിൻ്റെ ചില സംഭാഷണങ്ങൾ ആനുകാലികമായ ചില രാഷ്ട്രീയ സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറിക്കൊള്ളുന്ന ചില സംഭാഷണ ശൈലികളും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അത് കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞു ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ പകുതി മികച്ച ഒരു നിലവാരം പുലർത്തി. ടിയാൻ എന്ന സിനിമയുടെ സംവിധായകൻ കൃഷ്ണകുമാർ തന്നെയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. നല്ല മേക്കിംഗ് ആണ്, മികച്ച രീതിയിൽ കഥ പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ രണ്ടാം പകുതിയിലും കുറച്ച് നേരം ഒഴിച്ച് ബാക്കിയെല്ലാ സമയത്തും പടത്തിൽ തന്നെ ഇൻവോൾവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതിലൊക്കെ സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ നന്നായി വിജയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള കഥകളും അല്പം രാഷ്ട്രീയമൊക്കെ കലർന്ന കഥകളൊക്കെ പറയുമ്പം അല്പം സ്റ്റണ്ടും ഒക്കെ കലർന്ന സിനിമകൾ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെയാണ് ചിത്രം എടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നെനിക്കറിയില്ല. പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ കാണാൻ പോകുമ്പോൾ കുട്ടികളെ കഴിയുന്നത് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പല സംഭാഷണങ്ങളിലും ചില വാക്കുകളുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും പറയരുത് എന്ന് വിചാരിക്കുന്ന ചില വാക്കുകൾ, അത് കൃത്യമായിട്ട് ബീഫ് ഫൗണ്ടൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് പ്രയോഗിക്കുക. തെറി വാക്കുകളൊക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലക്ഷ്യകലുഷിതമായ ചില സംഭവങ്ങളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ കുട്ടികളെ എന്തുമാത്രം ബാധിക്കും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ചെറിയ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് വളരെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കുടുംബ പ്രേക്ഷകർ ഇത് എന്തുമാത്രം സ്വീകരിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ യുവാക്കളിലും ഒരു ഈ സ്റ്റണ്ട് രംഗങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം ഇത് കൃത്യമായിട്ട് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. മുരളി ഗോപിയുടെ രാഷ്ട്രീയം അത് കൃത്യമായിട്ട് ഇതിനകത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയവും ഗുണ്ടാ സെറ്റപ്പും ഒക്കെ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കഥ. കുറച്ച് ആൾക്കാർ ഗുണ്ടകളായിട്ട് ജീവിക്കുകയും അതിലൂടെ അവരെ ഉപയോഗിക്കുന്ന ചില രാഷ്ട്രീയ ആൾക്കാരും അതിനുശേഷം അവരെ പോലീസിനെ ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അതൊക്കെയാണ് കഥയുടെ രീതി. അതെനിക്ക് തോന്നുന്നു പല പ്രാവശ്യം പല രീതിയിൽ പല കഥകൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ അനേകായിരം കഥകൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് രസകരമായി തോന്നുന്നത്. ഇത് പല പ്രാവശ്യം നമ്മൾ കേട്ട കഥകൾ തന്നെ. പിന്നെ ഈ തമിഴ്നാടിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ ഇതിന് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു തമിഴ് ആര്യനെ പോലുള്ള ഒരു നായകനെ കൊണ്ടുവരുന്നു. ആര്യനല്ല സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട റോളുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. ഇന്ദ്രൻസ്, അപ്പാനി ശരത്ത്, നമ്മുടെ മുരളി ഗോപി, ഇവരൊക്കെ തന്നെയാണ് സ്ക്രീൻ സ്പേസ് കൂടുതലുള്ളത്. ആര്യൻ ഇതിനകത്തെ നായകനാണ്. മികച്ച രീതിയിലുള്ള കഥാപാത്രം. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഈ കഥയ്ക്ക് പറ്റിയ കഥാപാത്രങ്ങൾ തന്നെ ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ്. ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഇന്ദ്രൻസ്, ഒരു രക്ഷയില്ല. ഇന്ദ്രൻസിൻ്റെ ആ രൂപം വെച്ചുകൊണ്ട്
ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മാസ് ഡയലോഗൊന്നും വേണ്ട. നമ്മൾ ചില കഥാപാത്രങ്ങളൊക്കെ കാണുമ്പം 6 അടി ഉയരം, പിന്നെ അതിനൊത്ത വണ്ണം, അതുപോലെ രൂക്ഷമായ കണ്ണുകൾ, ഇതൊക്കെയാണ്. പക്ഷേ ഇന്ദ്രൻസിന് കയ്യടി മേടിക്കാൻ അതൊന്നും വേണ്ട. ഇന്ദ്രൻസിൻ്റെ ചില ഡയലോഗ് പ്രസൻറ്റേഷൻ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഇന്ദ്രൻസ് കലക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ദ്രൻസ് അലക്കി. അത് തിയേറ്ററിൽ ഉയരുന്ന കയ്യടി കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ അപ്പാനി ശരത്ത്, തനിക്ക് കിട്ടിയ റോള് വളരെ ഗംഭീരമായിട്ട് അപ്പാനി. അതുപോലെ ആര്യൻ, അതുപോലെ വിജയരാഘവൻ്റെ കഥാപാത്രമുണ്ട്. വിജയരാഘവൻ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പല സിനിമകളിലും എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ബോറടിക്കാത്ത വിജയരാഘവൻ്റെ ഒരു പല ചിത്രങ്ങളിലും കാണുന്ന വിജയരാഘവനെ തന്നെ ഇതിനെ കാണാൻ പറ്റി. വിജയരാഘവന് ചില മാനസങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ട് ചില കഥാപാത്രങ്ങൾ, അത് ഇതിനകത്തെ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും കൃത്യമായിട്ട് ചേർന്ന എന്ന് തന്നെ തോന്നി. അത് എല്ലാ കഥാപാത്രങ്ങളും മികച്ചതായിട്ട് തോന്നുക തന്നെ ചെയ്തു. അജനീഷ് ലോകനാഥാണ് ഇതിനകത്തെ സംഗീതം കൃത്യമായിട്ട് ചിത്രത്തിന് വളരെ അനിവാര്യമായ കാര്യമായിരുന്നു. അത് കൃത്യമായിട്ട് മനോഹരമാക്കാൻ ഈ ചിത്രത്തിൻ്റെ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. FUVയുടെ ഛായാഗ്രഹണം മികച്ച ഛായാഗ്രഹണം തന്നെ. ശക്തി ശരവണൻ്റെ ആക്ഷൻ രംഗങ്ങൾ, ഒത്തിരി സ്റ്റണ്ടുകളുണ്ട്. സ്റ്റണ്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നിശ്ചയമായിട്ടും കയറി കാണാൻ പറ്റിയ ചിത്രത്തിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ആക്ഷനുണ്ട്, എല്ലാം കൊണ്ട് ചേർന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇതിനകത്ത് പിന്തുടർന്നിരിക്കുന്നത്. അനന്തക്കാട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ. ബാക്കിയെല്ലാം നന്നായി. പിന്നെ മുരളി ഗോപിയുടെ തിരക്കഥകളൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ മുരളി ഗോപി കാണിക്കുന്ന ചില സ്റ്റൈലുകളുണ്ട്. ഈ ചിത്രത്തിനും അത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ചിത്രം കണ്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.